പേര് തോമസ് എലിയസ്. ഞാൻ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഹ്യൂസ്റ്റണിൽ താമസിക്കുകയാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി തന്ന സെനിക്കും ഹ്യൂസ്റ്റൺ ബോയ്സിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഹ്യൂസ്റ്റണിൽ പഠിക്കാനായിട്ട് PhD പഠിക്കുവാനായിട്ട് ആണ് വന്നത്. പഠിത്തത്തിന് ശേഷം ഇവിടെ ജോലിയായിട്ട് കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് താമസിക്കുന്നു. പല സംസ്ഥാനങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഒഹായോ, മിനസോട്ട, ഇൻഡിയാന, മിസൂറി, ഐഡഹോ, പിന്നെ അവസാനമായിട്ട് ടെക്സസിൽ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. കഴിഞ്ഞ 46 വർഷമായിട്ട് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. എൻ്റെ ഭാര്യയും ചേർന്നുള്ള ഓട്ടോബയോഗ്രഫി ഇംഗ്ലീഷിലും മലയാളത്തിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ കഴിയാത്തതായ പല പ്രത്യേക അനുഭവങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും വേദനകളും വിജയങ്ങളും പരാജയങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തിയ കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് നോക്കി എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാറുണ്ട്, ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമായ യഹോവേ, എന്നെ ഇത്രയും കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ 8 മക്കളിൽ ഒരു മകനായിട്ട് ആണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 10 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അവിടെ കൃഷികൾ, പലതരത്തിലുള്ളതായ കൃഷികൾ, നെൽകൃഷി, ധാരാളം കശുവണ്ടി, കൊടംപുളി, കുരുമുളക്, അടയ്ക്ക അല്ലെങ്കിൽ പാക്ക, ഇങ്ങനെ പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് 8 മക്കളുണ്ടായിരുന്നുകൊണ്ട് വെറും സാധാരണ രീതിയിലുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ വളർന്നതായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഇല്ലായിരുന്നു, ഫോണില്ലായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അസാധാരണമായിട്ട് തോന്നിയേക്കാം. എന്നാൽ അന്നത്തെ കാലത്ത് ഫോണും ഇലക്ട്രിസിറ്റിയും ഗ്യാസ് സ്റ്റൗ ഉള്ളതായ വീടുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഫാദർ ഒരു ഫാർമറായിരുന്നു. എൻ്റെ മദർ ഒരു ഹൗസ് മേക്കറായിട്ട് വീട്ടിൽ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ചിലരെയും ഞാൻ ഓർക്കുന്നില്ല. അതായത് എൻ്റെ ഫാദറിൻ്റെ ഫാദർ തനിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നാൽ താനും തൻ്റെ മൂത്ത ബ്രദറും പിന്നെ ആൽക്കഹോളിക്സ് ആയിരുന്നു. അതുകൊണ്ട് മദ്യപാനത്തിൽ തന്നെയുള്ള പണമെല്ലാം നശിപ്പിച്ചു, വസ്തുവകളെല്ലാം വിറ്റ് കളഞ്ഞു. എൻ്റെ ഫാദറിൻ്റെ മദറിനെ ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പേ അത് മരിച്ചു പോയിരുന്നു. എൻ്റെ അമ്മയുടെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ പിതാവ് 50 വയസ്സുള്ളപ്പോൾ ക്യാൻസർ രോഗം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മച്ചി, അതായത് അമ്മയുടെ മദർ, നല്ല ഒരു അമ്മച്ചിയായിരുന്നു. 50 വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരിച്ചു. പിന്നീട് ഒരു 50 വർഷത്തോളം ഏകദേശം വിധവയായിട്ട് ജീവിച്ചു. നല്ലൊരു അമ്മച്ചിയായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളോടൊപ്പം താമസിക്കുകയായിരുന്നു. എൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു, നല്ലൊരു കുടുംബിനിയായ സ്ത്രീ, നല്ല ഐശ്വര്യമുള്ളതായ സ്ത്രീ. എൻ്റെ അമ്മയായതുകൊണ്ടും പറയുകയല്ല, എല്ലാവരെയും സൽക്കരിപ്പാനും സ്നേഹിപ്പാനും മക്കളെയൊക്കെ ഒരുപോലെ സ്നേഹിപ്പാനൊക്കെ ഉള്ള കഴിവുള്ളതായ ഒരു സ്ത്രീയായിരുന്നു. നല്ല ദൈവഭയമുള്ളതായ ഒരു സ്ത്രീയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 8 മക്കളായിരുന്നു. അതിൽ 7 സഹോദരന്മാർ എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആൺമക്കളും 4 പെൺമക്കളുമായിരുന്നു. അതിൽ 5ാമത്തെ ആളാണ് ഞാൻ. ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു ഞാൻ. എൻ്റെ സിബ്ലിങ്സ് പല രീതിയിലുള്ളതായ തുറകളിൽ ജീവിച്ചവരാണ്. എൻ്റെ മൂത്ത സഹോദരൻ സ്കൂളിൽ പഠിച്ചതിന് ശേഷം തന്നെ ഒരു കൃഷിക്കാരനായിട്ട് കണ്ടിന്യൂ ചെയ്തു. 2ാമത്തെ ആൾ ഒരു ഹോമിയോ ഡോക്ടറായിട്ട് പോയി. 3ാമത്തെ ആൾ സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, തുടർന്നു. പിന്നെ ഉള്ളയാൾ എൻ്റെ ഒരു പെങ്ങളായിരുന്നു. ആ പെങ്ങൾ സ്കൂൾ പഠനത്തിന് ശേഷം കല്യാണം കഴിച്ചു വിട്ടു. പിന്നെയുള്ളത് ഞാനാണ്. എൻ്റെ ഇളയത് ഒരു സഹോദരി
നാട്ടിൽ PhD കഴിഞ്ഞിട്ട് മഹാരാജാസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. പിൽക്കാലത്ത് അമേരിക്കയിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ 25 വർഷത്തോളം അമേരിക്കയിലായിരിക്കുന്നു. അതിൻ്റെ ഇളയ സഹോദരി അവിടെയുള്ള ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു, ഇപ്പോഴും നാട്ടിലുണ്ട്. ഏറ്റവും ഇളയ സഹോദരി തങ്കമ്മ കഴിഞ്ഞ 25 കൂടുതൽ വർഷങ്ങളായിട്ട് അമേരിക്കയിലൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് താമസിക്കുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പാമ്പാക്കുട എന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നപ്പോൾ അവിടെയുള്ളതായ ഒരു ലോവർ പ്രൈമറി സ്കൂളിലാണ് ഞാൻ പോയത്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പാമ്പാക്കുട എന്ന സ്ഥലത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ന്യൂ ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ 1 തൊട്ട് 5 വരെയുള്ള ക്ലാസ്സിൽ പോയത്. അതിനുശേഷം പിന്നീട് പാമ്പാക്കുട MTM ഹൈസ്കൂൾ അത് യാക്കോബായക്കാരുടെ തീമോത്തിയോസ് മെമ്മോറിയൽ ഹൈസ്കൂൾ, അവിടെയാണ് പഠിച്ചത്. അവിടെ എൻ്റെ 6 തൊട്ട് വരെ പിന്നെയുള്ളതായ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ദൈവം അതിനുള്ളതായ കൃപയും കഴിവും എനിക്ക് തന്നു. എല്ലാ സ്കൂളുകളിലും എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ആക്റ്റീവായിരുന്നു ഞാൻ. സ്പോർട്സിൽ ആവറേജ് ഒരുപാട് വളരെ ആക്റ്റീവായിരുന്നില്ല. സ്പോർട്സ് കളിക്കുന്നതിനോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിൽക്കുന്നതിനൊന്നും എൻ്റെ പേരൻസിനെ അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നിരിക്കാം അവിടെ സ്കൂളിൽ ലൈഫ് സയൻസ് ക്ലബ്ബ്, ഫൈൻ ആർട്സ്, ഡിബേറ്റ്, ഡ്രാമ, സിംഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ ആക്റ്റീവായിട്ട് പങ്കുവഹിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സാമ്പത്തികമായിട്ട് സാധാരണയുള്ള കുടുംബത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മഹാരാജാസ് സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചതെന്ന് ഓർക്കുന്നു. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മഹാരാജാസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തമുള്ള സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിൽ നിന്ന് 12 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ മഹാരാജാസ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതായ ആപ്ലിക്കേഷൻ ഞാൻ അയച്ചു. എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനെന്നുള്ളതായ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതുന്നതായ സമയത്ത് ഒരു റിട്ടൺ പരീക്ഷ ആസ്പദമാക്കിയായിരുന്നു അത് കൊടുത്തിരുന്നത്. പരീക്ഷ എഴുതുന്നതായ സമയത്ത് ഞാൻ 4 മൈൽ നടന്ന് പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ചെന്നപ്പോൾ 300-ൽ പരം വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്നതിനുള്ള ഗൈഡും അതിനുള്ള എല്ലാ നോട്ട്ബുക്കും ഒക്കെ വെച്ച് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടി ഒരുങ്ങുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാനാകപ്പാടെ വിഷമിച്ചു. കാരണം എൻ്റെ കയ്യിൽ നോട്ടും ഒന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും വെച്ച് ഗൈഡൊന്നും കിട്ടിയൊന്നും പഠിച്ചിരുന്നുമില്ല. എന്നാൽ പരീക്ഷ റിസൾട്ട് അവസാനം 12 പേർ തിരഞ്ഞെടുത്തപ്പോൾ 12 പേരിൽ ഒരാളായിട്ട് എനിക്കും കിട്ടി എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് അറിയാൻ കൊണ്ട് സാധിച്ചു. അന്ന് ഞാൻ പരീക്ഷ എഴുതിയ സെൻറ്ററിലുണ്ടായിരുന്ന വേറൊരു വിദ്യാർത്ഥിക്കും സ്കോളർഷിപ്പ് കിട്ടിയില്ലെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ജീവിതത്തിൽ you should never get intimidated by the optics. നമ്മൾ ജീവിതത്തിൽ കാണുന്ന മറ്റുള്ള വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളോ അവരുടെ കണ്ടുകൊണ്ട് നമ്മൾ ഭീഷണി പെട്ടു പോകരുത് എന്നുള്ളതായ ഒരു അനുഭവമാണ് എനിക്കതിൽ നിന്ന് ലഭിക്കാനിടയായത്. SSLCക്ക് പഠിക്കുന്ന ആ സമയത്ത് ഓർക്കുന്നു, SSLC പരീക്ഷ എഴുതുന്ന 2 മാസം മുമ്പ് എനിക്ക് ചിക്കൻ പോക്സ് വന്നു. ചിക്കൻ പോക്സ് വന്നിട്ട് അത് ആ പരീക്ഷയുടെ അവസാന നിർണായകമായുള്ളതായ ആഴ്ചകളിലും മാസങ്ങളിലുമായിരുന്നു. അപ്പോൾ എന്നെ സ്കൂളിൽ നിർത്താൻ അനുവദിച്ചില്ല. ന്യായമായിട്ട് ഞാൻ വീട്ടിൽ പോയി ക്ലാസ്സുകൾ മിസ് ചെയ്ത് വീട്ടിലിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം സുഖമായി തോന്നിയപ്പോൾ ഞാൻ ക്ലാസ്സിന് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ കണ്ടതായ അധ്യാപകർ എന്നെ ഉടനെ തന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. എങ്കിൽ തന്നെയും പരീക്ഷയ്ക്ക് തക്ക സമയത്ത് എഴുതുവാൻ നോക്കണം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ച് പരീക്ഷ എഴുതി പാസ്സാകുകയും ചെയ്തു. പരീക്ഷയിൽ 75-ൽ കൂടുതൽ ശതമാനം മാർക്കോടുകൂടി പാസ്സായി. അന്നത്തെ കാലത്ത് 60% കൊണ്ട് കിട്ടുന്ന ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടുന്നത് വളരെ വിരളമായിരുന്നു ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെയും. എന്നാൽ ആ സ്കൂളിൽ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി പാസ്സാകുവാൻ തക്കൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. ചിക്കൻ ബോക്സ് ഒന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ മാർക്കുകൾ വെച്ച് കിട്ടുമായിരുന്നിരിക്കാം. ആ മാർക്കിനെ അടിസ്ഥാനമാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുവാൻ തക്കണം ഇടയായി തീർന്നു. എൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അല്പമായിട്ട് പറയട്ടെ. ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ ആണ് ജനിച്ചു വളർന്നത്. ആ യാക്കോബായ പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും വേദപുസ്തകമൊക്കെ വീട്ടിൽ വായിക്കുകയൊക്കെ ചെയ്യുന്നതായ ഒരു നല്ല ഒരു ചെറുപ്പക്കാരനാണ് വേണ്ടി എന്നെക്കുറിച്ച് പറയാമായിരുന്നു. എന്നാൽ ആദ്യ ആളുകളിൽ ദൈവത്തിൻ്റെ
സുവിശേഷവുമായിട്ട് പാസ്റ്റർ പി എം ഫിലിപ്പ് തൻ്റെ ആൾക്കാരോട് കടന്നു വന്നു. പാസ്റ്റർ പി എം ഫിലിപ്പ് എന്ന് പറഞ്ഞ പിൽക്കാലത്ത് എൻ്റെ ഭാര്യയായി തീർന്ന ഗ്രേസിയുടെ അമ്മാച്ചനായിരുന്നു, കോട്ടയത്തു നിന്ന്. ആ കാലത്ത് നടന്നതായ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും മീറ്റിങ്ങുകളുടെയും ഫലമായിട്ട് ഒരിക്കലൊരു സമ്മർ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ആ സമയത്താണ് ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനൊക്കെ കൊണ്ട് ഇടയായിത്തീർന്നത്. പലപ്പോഴും വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മതത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ മതം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതല്ല. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. മതങ്ങളും സമുദായങ്ങളും ഒക്കെ ദൈവത്തിൻ്റെതല്ല, മനുഷ്യൻ്റേതാണ്. മതം പഠിപ്പിക്കുന്നത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന പുണ്യസ്ഥലത്ത് പോകണം, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് നമ്മൾ ബാഹ്യമായിട്ടുള്ളതായ ഓരോരോ പ്രവൃത്തികൾ ചെയ്ത്, പുണ്യപ്രവൃത്തികൾ ചെയ്ത് ഒരുപക്ഷെ ദൈവം നമ്മിൽ പ്രസാദിപ്പിച്ച് നമ്മൾ ഒരുപക്ഷെ സ്വർഗത്തിലോ അല്ലെങ്കിൽ മോക്ഷയിൽ പോകുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു മതത്തിൻ്റെതായ ചടങ്ങല്ല. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ ബട്ട് റാദർ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഓരോ വ്യക്തിയും ക്രിസ്തുവുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധത്തിൻ്റെ പേരിലാണ് ഒരുവൻ ക്രിസ്ത്യാനിയായി തീർന്നത്. പലപ്പോഴും ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം ഇറ്റ് ഇസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഇസ് ആക്ച്വലി എ റിലേഷൻഷിപ്പ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി വന്നപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി. എൻ്റെ പിതാവ് ഒരു വലിയ തിരുമേനി ആയതുകൊണ്ടോ പാസ്റ്റർ ആയതുകൊണ്ടോ അച്ഛനായതുകൊണ്ടോ ഞാൻ ഒരു വിശ്വാസിയാകത്തില്ല. ഐ ഹാവ് ടു ടേക്ക് ദറ്റ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ഇൻഡിവിജ്വലി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ഈ ലോകത്തിൽ വന്നു. ക്രൂശിൽ താൻ മരിച്ചു, തൻ്റെ രക്തം ചിന്തി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാനായിട്ട് ഈ ലോകത്തിൽ വന്ന് മരിച്ചു. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവാൻ വീട് വരാൻ പോകുന്നു. ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ തന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ തക്കൊണ്ട് ഒരുങ്ങുകയും ചെയ്യുമെങ്കിൽ, ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് ഒരുങ്ങുകയും ചെയ്യുമെങ്കിൽ അതാണ് എന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകമായ പത്രോസ് എഴുതുന്നുണ്ട്, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറെ ഒരു നാമവുമില്ല. പലപ്പോഴും ചില ചോദിക്കുമായിരിക്കും, അതെന്തൊരു സ്വാർത്ഥമായ ചിന്താഗതിയാണ്. എന്നാൽ ഞാൻ എൻ്റെ വാക്കല്ല പറഞ്ഞത്, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ഈ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും തീരുമാനിച്ചാൽ ആ ദിവസമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്ക് വീണ്ടും ജന്മം പ്രാപിക്കുന്നത്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ ഹൈസ്കൂളിലായിരുന്ന സമയത്ത് വീണ്ടും ജന്മം പ്രാപിപ്പാൻ അല്ലെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ തക്കൊണ്ട് എനിക്ക് ഇടയായിത്തീർന്നത്. അങ്ങനെ അന്നാണ് ഞാനൊരു ദൈവവേദനായി തീർന്നത്. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ തന്നെയും അന്നേ ദിവസം വരെ ക്രിസ്തുവുമായിട്ടുള്ളതായ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്കില്ലായിരുന്നു. അതിന് ശേഷമുള്ളതായ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആ അടിസ്ഥാനത്തിൽ അന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ തുടർച്ചയും വളർച്ചയുമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തും ജോലി ചെയ്ത കാലത്തും കുടുംബ ജീവിതത്തിലൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ളതായ കാര്യം, the most fundamental thing, the basic thing was that I am a child of God. I have given my heart to the Lord. I am a born again Christian. I am a child of, I am a saved person. അതുകൊണ്ട് അതിന് പ്രകാരം ജീവിപ്പാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് തുടർന്നുള്ള ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിരുന്നോ തികഞ്ഞവനായിരുന്നു ഞാൻ പറയുന്നില്ല. പലപ്പോഴും കുറവുകളും പോരായ്മകളും തെറ്റുകളും പാപങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിൻ്റെയൊക്കെയും മധ്യത്തിൽ എന്നെ ഇന്നുവരെ നിലനിർത്തുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചതായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ SSLC പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പോകാൻ തക്കൊണ്ട് ആഗ്രഹിച്ചു. എൻ്റെ പിതാവ് കൃഷിക്കാരനായിരുന്നുകൊണ്ട് പ്രീ ഡിഗ്രി അഡ്മിഷനെക്കുറിച്ചോ അതിൻ്റേതായ വരുംവരായികളെക്കുറിച്ചോ ഒന്നും ഒരുപാട് കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല.
ഞാൻ പഠിക്കുവാൻ തക്കോണം പറഞ്ഞപ്പോൾ അതിലൊരുപാട് ശ്രദ്ധയും ചെലുത്തിയില്ല. ഞാൻ ഉയർന്ന മാർക്കോടെ പാസ്സായ വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും എൻ്റെ പിതാവ് ഒരുപാട് കൂട്ടിയില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്ന ഈ സ്ഥലത്ത് പാമ്പാക്കട പ്രദേശങ്ങളിൽ കുട്ടികളൊക്കെ എങ്ങനെയും സ്കൂളിൽ 5, 6, 8, 10 ക്ലാസ് പഠിച്ചതിന് ശേഷം അവർ കൃഷിയിൽ സഹായിക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനുമായിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞത്. ഇവിടെ ചെന്നപ്പോഴേക്കും അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നാലും എനിക്ക് SSLC പരീക്ഷയിൽ 100% മാർക്ക് കണക്കിന് മാത്തമാറ്റിക്സിന് കിട്ടിയിരുന്നുകൊണ്ട് അച്ഛൻ എനിക്ക് അഡ്മിഷൻ തന്നു. അച്ഛനായിരുന്നു പ്രിൻസിപ്പൽ അഡ്മിഷൻ തന്നു. എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ, അതായത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ചേർന്നതായ ഗ്രൂപ്പിൽ പഠനം തുടങ്ങുവാൻ തക്കണം എനിക്കിടയായി. നിങ്ങൾക്കറിയാമല്ലോ, അന്നായിരുന്നായ കാലത്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് എൻജിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്. വേറെ ഉള്ളതായ ഒരു ഡിസൈഡ് പ്രൊഫഷനായിരുന്നു മെഡിസിൻ. അതിന് പഠിക്കുന്നവർക്ക് സെക്കൻഡ് ഗ്രൂപ്പ് പോകണമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ പോകാനാണ് എനിക്കിടയായത്. അതുകൊണ്ട് എൻജിനീയറിംഗ് പോകാനുള്ളതായ ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ നല്ല ഉയർന്ന മാർക്കോട് പാസ്സായി. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ 60% ഫസ്റ്റ് ക്ലാസ്, 35% വാസ് എ പാസിംഗ് ഗ്രേഡ്. എന്നാലും എനിക്കന്ന് 76.6% മാർക്കോട് പാസ്സാകാനത്തൊക്കെ ഇടയായി തീർന്നു. അന്ന് മൊത്തം സ്റ്റേറ്റിൽ കേരളത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അന്ന് സ്റ്റേറ്റിൽ 4ാമത്തെയോ 5ാമത്തെയോ റാങ്ക്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,86,000 വിദ്യാർത്ഥികളെന്ന് പരീക്ഷയ്ക്ക് എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നു പ്രീ ഡിഗ്രിക്ക്. അതിൽ 4th or 5th റാങ്ക് കിട്ടി പാസ്സാകുവാൻ തക്കണം എനിക്ക് ഇടയായി തീർന്നു. ഞാൻ തുടർന്ന് പഠിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചു. എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ പ്രീ ഡിഗ്രിയുടെ അനുഭവം പോലെ എൻ്റെ പിതാവ് അക്കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയൊന്നും ചെയ്ത് ഞാൻ പിതാവിനെ കുറ്റം പറഞ്ഞതല്ല. താനൊരു കാർഷികനായിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് ബോധവൽക്കരണം എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ എൻജിനീയറിംഗിനായിട്ട് കോഴിക്കോട്ടുള്ളതായ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യയിൽ മൊത്തമായിട്ട് 4 or 5 സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതായ ഒരു കോളേജായിരുന്നു. കേരളത്തിലെ 6 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു അത്. അന്നത്തെ കാലത്ത് കേരളത്തിൽ മൊത്തം 6 എഞ്ചിനീയറിംഗ് കോളേജുകളും 4 മെഡിക്കൽ കോളേജുകളും ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ഒരുപാട് കോളേജുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ISROയിൽ ജോലിക്ക് ഞാൻ പ്രവേശിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിൽ എൻജിനീയറായിട്ട് ജോലി ഞാൻ ആരംഭിച്ചു. അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നു, ജോലിക്ക് ആദ്യമായിട്ട് പ്രവേശിച്ച ദിവസം ഞാൻ എൻ്റെ മാനേജറായിരുന്നതായ അബ്ദുൽ കലാമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ ബഹുമാനായ പ്രസിഡൻ്റായി തീർന്നത്. അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്നുകൊണ്ട് എൻ്റെ ജോലി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിനുശേഷം എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടർ അബ്ദുൽ കലാം എൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഞങ്ങൾക്കൊന്നൊരു ടെക്നിക്കൽ പേപ്പർ പബ്ലിഷ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. താൻ വളരെ അധ്വാനിയും വളരെ സാമർഥ്യമുള്ളവരുമായ ഒരു എഞ്ചിനീയറായിരുന്നു. നമ്മുടെ ദേശത്തിൻ്റെ ഇന്ത്യക്ക് മൊത്തം അഭിമാനകരമായ സേവനമനുഷ്ഠിച്ചതായ ഡോക്ടർ അബ്ദുൽ കലാം പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം ഞാനവിടെ ജോലി ചെയ്ത് 3 വർഷത്തിലധികം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം എങ്ങനെയെങ്കിലും എത്രയും ഉയർന്നു പോകാമോ അത്രയും ഉയർന്നു പോകണം. കാരണം ഞാൻ അവിടെ എളിയ സാഹചര്യത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവം തന്നിട്ടുള്ളതായ പഠിക്കാനുള്ളതായ കഴിവ് ഉപയോഗിച്ച് എവിടെയൊക്കെ എത്താമോ അവിടെയൊക്കെ എത്തണം എന്നുള്ളതായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തുടർന്ന് ഒരു PhD എഞ്ചിനീയറിംഗ് പഠിക്കുന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു റഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കുന്ന ഒരാളായുള്ള ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ കടന്നുപോയി. എന്നാൽ പിൽക്കാലത്ത് അങ്ങോട്ടേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ റഷ്യൻ ഭാഷ വശമില്ലാത്തതുകൊണ്ട് ജോലി കിട്ടാനും തുടർന്നുള്ളതായ ഭാവിക്കൊക്കെ അത് വളരെ പ്രയോജനകരമല്ലെന്ന് തോന്നിയതുകൊണ്ട് അത് തുടർന്നില്ല. എന്നാൽ പിന്നീട് ഞാൻ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പോകുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അതാണ് ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് പ്രോപ്പർ ചാനൽ വഴി വേണം അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പോലെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയുള്ളതായ ഓഫീസുകൾ വഴി വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മാനേജർ വഴിയൊക്കെ എല്ലാവരും അറിയണം.
നമ്മൾ എവിടെ പോകുന്നു, എവിടെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. എനിവേ അപ്ലൈ ചെയ്ത് എനിക്ക് സ്കോളർഷിപ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാരി ഒഹായോ സ്റ്റേറ്റിൽ നിന്ന് അഡ്മിഷൻ കിട്ടുവാനിടയായി തീർന്നു. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാരിയിലും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ച സമയത്ത് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം ചന്ദ്രനിലൊക്കെ പോയി മടങ്ങി വന്നതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ അവിടുത്തെ പ്രൊഫസറാക്കിയിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നോടൊപ്പം പ്രവർത്തിപ്പാനും ജോലി ചെയ്യുവാനൊക്കെ എനിക്ക് ഇടയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയട്ടെ. ഞാൻ പിൽക്കാലത്ത് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് ഞാൻ വിവാഹിതനാകുന്നത്. അന്ന് ഞാൻ എൻ്റെ ഭാര്യയെ സാധാരണ ആൾക്കാർ പോകുന്നതിൽ നമ്മുടെ നാട്ടിൽ പെണ്ണ് കാണാനായിട്ട് പോയി പലരെയൊക്കെ കണ്ടു. എന്നാൽ ഞാൻ ഗ്രേസിയെ കണ്ടിട്ട് ഞാൻ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു, പണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതായ ഒരു ഉത്തരം ഞാൻ ഓർക്കുന്നു. അത് വേദപുസ്തകത്തിലെ സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളെ കോട്ട് ചെയ്തായിരുന്നു. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ നിതൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. എനിവേ ദൈവത്തിൻ്റെ നടത്തിപ്പിൻ പ്രകാരം ഗ്രേസിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. കോട്ടയത്ത് കൊല്ലാട് ഭവനത്തിൽ, നല്ലൊരു ക്രിസ്തീയ ഭവനത്തിലാണ് എൻ്റെ ഭാര്യ ജനിച്ചു വളർന്നത്. ആ സമയത്ത് ഗ്രേസി കോട്ടയത്ത് CMS കോളേജിൽ MSc കെമിസ്ട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ തുടങ്ങാൻ പോകുന്ന സമയം. അപ്പോൾ എൻ്റെ വിവാഹത്തിന് ശേഷം പഠനം തുടർന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ സമ്മതിച്ചു. അപ്പോൾ വിവാഹത്തിന് ശേഷം 2 കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞാൻ മടങ്ങിപ്പോന്നു. ഏകദേശം 8 മാസത്തിന് ശേഷം ഗ്രേസി അമേരിക്കയിൽ വന്ന് എന്നോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി. ഞാനൊന്ന് ഓർക്കുന്നു, ആ 8 മാസം എന്ന് പറയുന്നത് they were very long 8 months for me leaving behind my bride whom I knew for only 14 days. ആ സമയത്ത് ഞാൻ PhD ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. ഗ്രേസി പിൽക്കാലത്ത് അന്ന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൂടാതെ പിൽക്കാലത്ത് അമേരിക്കയിൽ വന്നതിന് ശേഷം കെമിസ്ട്രിയിൽ ഒരു PhD എടുക്കാനും പിൽക്കാലത്ത് ഒരു അമേരിക്കയിൽ ജോലി ചെയ്യുവാനും അമേരിക്കയിൽ ഒരു സയൻറ്റിസ്റ്റായിട്ടും ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറും ഒക്കെ ആയി തീരുവാനത്തെ കൊണ്ടും ദൈവം അവളെ സഹായിച്ചു. ഞാൻ എൻ്റെ PhD പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട, ഞാൻ അത് പറയാൻ വിട്ടുപോയി. യൂണിവേഴ്സിറ്റി സിൻസിനാറ്റിയിൽ പഠിത്തത്തിന് ശേഷം ഞാൻ യൂണിവേഴ്സിറ്റി മിനസോട്ടയിൽ പോയി അവിടെയാണ് PhD ചെയ്തത്. അവിടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ എൻ്റെ PhD ഡിസംബർ 1980 പൂർത്തിയാക്കി. അതിനുശേഷം ഞാനൊരു ജോലിക്കായിട്ട് ഇന്ത്യാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് അവിടെ ആൾക്കാർ IIT എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെ ഇന്ത്യാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഫോർട്ട് വെയിൻ, ഇന്ത്യാന. അവിടെ 2 വർഷത്തോളം ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്താണ് എൻ്റെ അമേരിക്കയിലേക്കുള്ളതായ വീസ, പെർമനൻറ്റ് റെസിഡൻസി വീസയൊക്കെ അവർ തന്നെ സ്പോൺസർ ചെയ്ത് 1 വർഷത്തിനുള്ള അപ്ലൈ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ കിട്ടി. കാരണം എനിക്ക് PhD ഉണ്ടായിരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആയിരുന്നുകൊണ്ട് വീസ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 2 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ യങ്സ്റ്റൗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അവിടേക്ക് വന്നപ്പോൾ ഗ്രേസി 6 മാസം ഗർഭിണിയായിരുന്നു. ഞങ്ങൾ ഏകദേശം 300 മൈൽ ഡ്രൈവ് ചെയ്താണ് ഫോർട്ട് വെയിൻ, ഇന്ത്യാനയിൽ നിന്ന് യങ്സ്റ്റൗൺ ഒഹായോയിലേക്ക് യാത്ര ചെയ്തത്. ഞങ്ങളുടെ മൂത്ത മോന് ജോ ആ വർഷം ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ യങ്സ്റ്റൗണിൽ വന്നത് ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ്. ഒക്ടോബറിൽ ഞങ്ങളുടെ മൂത്ത മോൻ ഞങ്ങൾക്കുണ്ടായി. സോ ഒക്ടോബർ 1982. പല കാര്യങ്ങളെക്കുറിച്ച് സെന്നി പറയാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ
കഥ തുടരുകയാണ്. ഞങ്ങളുടെ പുസ്തകത്തിലാണെങ്കിൽ 3 സെക്ഷനായിട്ടായി ഇതെല്ലാം പറയുന്നത്. എൻ്റെ കഥ, അവളുടെ കഥ, ഞങ്ങളുടെ കഥ. ആദ്യം ഞാൻ ഗ്രേസിയെ കണ്ടുമുട്ടുന്നത് വരെയുള്ളതായ കഥ, പിന്നെ ഗ്രേസി എന്നെ കണ്ടുമുട്ടുന്നത് വരെയുള്ള കഥ, പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ കഥ. ഞങ്ങൾ 1983 വിൻ്റർ സമയത്ത് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു. എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് മലയാളികളോ ഇന്ത്യക്കാരോ ധാരാളമായിട്ടില്ലായിരുന്നുകൊണ്ട് അമ്മയ്ക്ക് അവിടുത്തെ ജീവിതം വളരെ ദുഷ്കരമായുള്ളത് ആയിരുന്നു. അത് സെന്നിയാണ് എൻ്റെ കൂടെ നിന്ന് നോക്കിയത്, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ. അമ്മയ്ക്ക് ഭാഷയൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ചർച്ചിലൊക്കെ പോകുമ്പോൾ സായിപ്പ്മാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ സഭയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെതായ വിഷമമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പാസ്റ്ററുടെ ഭാര്യ ഡെബി സ്ലേറ്റർ അമ്മയോട് സ്നേഹം കാണിക്കുന്നതിനായിട്ട് വീട്ടിൽ വന്ന് ഗ്രേസിയോട് പറഞ്ഞു, അമ്മ ഡെബി ലവ്സ് അമ്മ എന്നുള്ളത് മലയാളത്തിൽ എഴുതിത്തരാമെന്ന് ചോദിച്ചു. ഗ്രേസി എഴുതി കൊടുത്തു. പുള്ളിക്കാരിയുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് അത് വെച്ച് അമ്മയ്ക്ക് ഡെബി സ്ലേറ്റർ ഒരു എഴുത്തയച്ചു. കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ലാതെ തന്നെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മ ഏകദേശം 5 മാസക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മറ്റു പലരും ഉദാഹരണമായിട്ട് ഞങ്ങളെ ഒരിക്കൽ ഡിന്നറിന് വിളിച്ചു. മിസ്റ്റർ ആൻഡ് മിസ്സസ് സെക്സ്റ്റൺ, ഏകദേശം 65 ഇയേഴ്സ് പ്രായമുള്ളതായ ഒരു കപ്പിള്. അവരെ ഞങ്ങൾ വിളിച്ചു. വളരെ സന്തോഷമായിരുന്നു. എങ്കിൽ തന്നെ അമ്മയ്ക്ക് സംസാരിക്കാൻ വയ്യാത്തതിൻ്റെ പേരിലതായ വിഷമങ്ങളുണ്ടായിരുന്നു. അമ്മ 5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നാട്ടിൽ ചെന്നതിന് ശേഷവും ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് സെക്സ്റ്റൺ അമ്മയ്ക്ക് എഴുത്തെഴുതുമായിരുന്നു. മലയാളത്തിൽ ഗ്രേസിയുടെ സഹായത്തോടെ എഴുത്തെഴുതി ഇന്ത്യയിലേക്ക് അമ്മയ്ക്ക് അയക്കുമായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് നല്ല അനുഭൂതിയുള്ളതായ സമയങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് മറ്റ് മലയാളി ഫ്രണ്ട്സോ ഇന്ത്യൻ ഫ്രണ്ട്സോ കാര്യമായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. കോട്ടയത്ത് നിന്നുള്ളതായ ഒരു മേരിക്കുട്ടി ഉണ്ടായിരുന്നു. ആ മേരിക്കുട്ടി അവിടെ ജോലി ചെയ്യുന്നതായ നേഴ്സായിരുന്നു. ആ നേഴ്സ് എന്നും അമ്മയെ ലഞ്ച് സമയത്ത് വിളിക്കുമായിരുന്നു. അത് അമ്മയ്ക്ക് വലിയ ആശ്വാസമുള്ളതായ ഒരു കാര്യമായിരുന്നു. 1987 ഞാൻ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡിസ്റ്റിങ്വിഷ്ഡ് പ്രൊഫസർ എന്നുള്ളൊരു അവാർഡ് ലഭിച്ചു. അത് അവിടെ പഠിപ്പിക്കുന്നതിനെ ആസ്പദമാക്കിയും അവിടെ യൂണിവേഴ്സിറ്റി സർവീസ് ചെയ്യുന്ന കാര്യത്തിലും കമ്മ്യൂണിറ്റി സർവീസൊക്കെ ആസ്പദമാക്കി ആണ് അവാർഡ് തന്നത്. അതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് ഞാൻ ഒരു ക്യാമ്പ് കോഡർ വാങ്ങിച്ചു. അന്ന് ക്യാമ്പ് കോഡറൊക്കെ പുറത്തിറങ്ങുന്ന കാലമാണ്. ഇന്നിപ്പോൾ ക്യാമ്പ് കോഡറൊക്കെ വളരെ നമ്മൾ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കാവുന്ന. അന്നത്തെ ക്യാമ്പ് കോഡർ ഏകദേശം വലിയൊരു ബോക്സ് പോലത്തെ പാനസോണിക് ക്യാമ്പ് കോഡർ. അതുകൊണ്ട് എനിവേ അതിനുശേഷം അധികം താമസിയാതെ മെയ് 1987 ഞങ്ങളുടെ 2ാമത്തെ മകനുണ്ടായപ്പോൾ അവൻ്റെ ജനിച്ചു വളർന്നതായ കാലങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞാനിത് തുടരുകയാണ്. ഞങ്ങൾ യങ്സ്റ്റൗണിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 6 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുതുതായിട്ടുള്ളതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ഞാൻ വിചാരിച്ചു ഇൻഡസ്ട്രിയിൽ പോയി ജോലി ചെയ്താലും പഠിപ്പിക്കുന്നതിൽ നിന്നും പഠിപ്പിക്കുന്നത് ഒരാൾ വേറെ റെപ്പറ്റേറ്റീവ് ആണെന്ന് തോന്നുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നത് തന്നെ മിക്കവാറും കുറേയൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ ഓരോ വർഷവും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ സിമിലർ ആയതുകൊണ്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ന്യൂ, ലേൺ സംതിങ് ന്യൂ ആൻഡ് ടു അഡ്വാൻസ് മേ ബി ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് YSCയിൽ, അതായത് യങ്സ്റ്റൗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ YSCയിൽ നിന്നുള്ളതായ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഞാൻ സെയിൻറ്റ് ലൂയിസ് മിസൂറിയിലുള്ളതായ മക്ഡൊണാൾഡ് ഡഗ്ലസ് കോർപ്പറേഷനിൽ ജോലിക്കായിട്ട് കടന്നുപോയി. മക്ഡൊണാൾഡ് ഡഗ്ലസ് കോർപ്പറേഷൻ അന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ഡിഫൻസ് കമ്പനിയായിരുന്നു. പിൽക്കാലത്ത് മക്ഡൊണാൾഡ് ഡഗ്ലസ് കോർപ്പറേഷൻ ബോയിങ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോയിങ് എന്നുള്ള കമ്പനിയായി തീർന്നു. മക്ഡൊണാൾഡ് ഡഗ്ലസ് കോർപ്പറേഷൻ ഏറ്റവും വലിയ ഡിഫൻസ് കമ്പനിയും ബോയിങ് ഏറ്റവും വലിയതായ കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചറും ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ 2 സ്ട്രെങ്ത്തും ആയി. അങ്ങനെ ബോയിങ് ബിക്കം ഈവൺ എ ബിഗർ കമ്പനി. ഞാൻ ജോലി ചെയ്തിരുന്നതായ സെയിൻറ്റ് ലൂയിസിൽ അവർക്ക് 56,000 എംപ്ലോയീസ് മക്ഡൊണാൾഡ് ഡഗ്ലസിനുണ്ടായിരുന്നു. ഇന്ന് നാം കാണുന്നതായ വലിയ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റൊക്കെയും ഡിസൈൻ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്തിരുന്നത് സെയിൻറ്റ് ലൂയിസ് മിസൂറിലായിരുന്നു. 3 വർഷത്തോളം ആയപ്പോഴേക്കും ഏകദേശം 1990 അവസാനത്തോടുകൂടെ
Soviet Union became no more. The Soviet Union collapsed. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഗോർബച്ചേവിൻ്റെ കാലവും. സോ ദ സോവിയറ്റ് യൂണിയൻ സീസ് ടു എക്സിസ്റ്റ്. അന്ന് അമേരിക്കയുടെ ഏക ശത്രുവായിരുന്ന സോവിയറ്റ് യൂണിയൻ പോയതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ യുദ്ധവിമാനങ്ങളും ആയുധ സാമഗ്രികളും ഒരുപാട് ആവശ്യമില്ലെന്നുള്ളത് ആ ചിന്താഗതി വന്നു. അതോടുകൂടി അന്നുണ്ടായിരുന്ന വളരെ മൾട്ടി ബില്യൺ പ്രോജക്ട്സ് പലതും ക്യാൻസൽ ചെയ്തു. ഒരുപാട് പ്രോജക്ട്സ്, വിമാനങ്ങൾ ഉണ്ടാക്കുന്ന, യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നതായ അല്ലെങ്കിൽ അഡ്വാൻസ് റീസെർച്ച് പ്രോജക്ട്സൊക്കെയും ക്യാൻസൽ ചെയ്തതിന് ഫലമായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന പ്രോജക്റ്റ്, അതല്ല മറ്റ് പല പ്രോജക്ട്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഡിഫൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതായ പതിനായിരക്കണക്കിന് എൻജിനീയേഴ്സും മറ്റ് അഡ്വാൻസ്ഡ് ഡിഗ്രീസൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അന്ന് ഞാൻ ഓർക്കുന്നു 1990 അവസാനത്തോടുകൂടെ അന്ന് സീനിയർ ജോർജ് ബുഷ് ആയിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം തീരുമാനമെടുത്തത് ഞാൻ ഓർക്കുന്നു. എനിക്ക് ജോലി ഇല്ലാതായി. ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയിൽ ജോലി പോവുക, ജോലി വീണ്ടും എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാധാരണ കാര്യമാണ്. എങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ എൻ്റെ മാനസികമായിട്ട് ആഘാതം ഉണ്ടാക്കിയതായ അനുഭവമായിരുന്നത്. ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനുള്ള ജോലി, പിന്നെ മറ്റ് കാലങ്ങളിൽ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഏകദേശം 4-5 മാസം എടുത്തു നല്ലൊരു ജോലി, എൻ്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ഒരു ജോലി ലഭിക്കാനായിട്ട്. അന്ന് ഏകദേശം ഒരു ദിവസം എനിക്ക് സെയിൻറ്റ് ലൂയിസിൽ നിന്ന് ഏകദേശം 1700 മൈൽ ദൂരെയുള്ളതായ ഐഡഹോ എന്ന സ്ഥലത്തൊരു ഫോൺ കോൾ കിട്ടി. എങ്ങനെ എൻ്റെ നമ്പർ അവർക്ക് കിട്ടി, എങ്ങനെ എന്നെക്കുറിച്ച് അറിഞ്ഞുവെന്നത് എനിക്ക് ഇന്നുവരെ അറിഞ്ഞുകൂടാ. ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് കേട്ടുമില്ല, ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുമില്ല. എനിവേ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ മുമ്പ് എനിക്ക് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടിയതായുള്ള ശമ്പളത്തോടു കൂടി ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൽ ജോലിക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്കിടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി DOEയിലുള്ള ജോലി ജൂലൈ 1991 ആരംഭിച്ചു. എൻ്റെ ജോലി അവിടെ ഉണ്ടായിരുന്നതായ ഐഡഹോ നാഷണൽ ലാബ്, ഏകദേശം 13,000 എൻജിനീയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ജോലി ചെയ്തിരുന്നതായ ഒരു സ്ഥാപനമായിരുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എൻജിനീയറിംഗ് ആൻഡ് സയൻസ്. ആ സ്ഥാപനത്തിലുള്ളതായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വർക്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. അവിടെയുള്ളതായ എൻജിനീയറിംഗ് വർക്കും റിസർച്ച് വർക്കും സയൻറ്റിഫിക് വർക്കും ഒക്കെയും മാനേജ് ചെയ്യുന്ന ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ദൈവം ചെയ്തതായ ഒരു അത്ഭുതം ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ ജോലിക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി നോക്കി ഭാരപ്പെട്ടിരുന്ന ആ സമയത്ത് ആരും അറിയാത്തതായ, ഞാൻ കേട്ടിട്ടില്ലാത്തതായ സ്ഥലത്ത് നിന്ന് ദൈവം എനിക്ക് ഫോൺ കോൾ വന്ന് ഞാൻ അർഹിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളതായ ജോലി ലഭിക്കാൻ തക്കൊണ്ടും ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഐഡഹോ നാഷണൽ ലാബിൽ എൻ്റെ പ്രവൃത്തികളെ മാനേജ് ചെയ്യുന്ന ജോലി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞങ്ങൾ ഐഡഹോയിൽ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ആൺകുട്ടികൾ. അപ്പോൾ എൻ്റെ മൂത്ത മകൻ്റെ പേര് ജോ, രണ്ടാമത്തെ മകൻ്റെ പേര് ജോൺ. ഞങ്ങൾ ഐഡഹോയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ജോയ്ക്ക് ഏകദേശം 8 വയസ്സായിരുന്നു. ജോണിന് അന്ന് 4 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഏകദേശം 4.5 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അന്ന് കുഞ്ഞുങ്ങൾ 2 പേരും ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് ആദ്യത്തെ ചില വർഷങ്ങളിൽ പോയത്. എന്നാൽ ക്രിസ്ത്യൻ സ്കൂളിൽ ഒരുപാട് മറ്റ് സൗകര്യങ്ങൾ, അതിനുള്ളതായ ലാബറട്ടറി സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെ ഒരു പബ്ലിക് സ്കൂളിലാക്കി. കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ അവർ ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, പിന്നെ ഐസ് ഹോക്കി, ബേസ്ബോള്, ഇങ്ങനെ ഒരുപാട് എല്ലാത്തരം സ്പോർട്സിലും അവർ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവർ മ്യൂസിക്കിൽ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവരായി. ഞങ്ങളതിന് എല്ലാ കാര്യങ്ങളും ഞങ്ങളവരെ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണമായിട്ട് കുഞ്ഞുങ്ങൾ പിയാനോ, സാക്സഫോൺ, പിന്നെ വയലിൻ, പിന്നെ ട്രംപറ്റ്, പിന്നെ ഗിറ്റാറ്, ഇങ്ങനെ പല ഉപകരണങ്ങൾ വായിക്കാനൊക്കെ കൊണ്ട് അവർ പഠിച്ചു. എങ്കിൽ തന്നെ ക്രമേണ ഒരു പ്രായം ആയിക്കഴിഞ്ഞപ്പോൾ ജോയ് പിയാനോയും ഗിറ്റാറും ആയിട്ട് പ്രധാന ഉപകരണങ്ങളാക്കി അവർ ഉപയോഗിച്ച് തുടങ്ങി. ജോണ് ഗിറ്റാറും ഡ്രംസ് ഇത് 2 ഉപകരണങ്ങളാണ് അധികമായിട്ട് അവരിപ്പോഴും ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച്
ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ ഉണ്ട്, ഹൗ വി റേസ്ഡ് അവർ ചിൽഡ്രൻ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിയ വിധം എന്നുള്ള അതിനെക്കുറിച്ച് ചാപ്റ്റർ ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാതാവിനും പിതാവിനും നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ്. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർത്തുവാനുള്ളതായ ഇതിയായ കടപ്പാട് മാതാപിതാക്കൾക്കുണ്ട്. ദൈവമില്ലാത്ത ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ ആവശ്യമായതും എന്നാൽ വളരെ ദുഷ്കരവുമായിട്ടുള്ളതായ ഒരു സംരംഭമാണ്. മക്കളെ വളർത്തുക എന്നുള്ളത് ഇറ്റ്സ് എ ഫുൾ ടൈം ജോബ്. മക്കളെ യോഗ്യമായിട്ട് വളർത്തുക എന്നുള്ളത് ഗ്രാൻഡ് പേരൻസിൻ്റെ ജോലിയല്ല, ടീച്ചേഴ്സിൻ്റെ ജോലിയല്ല, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ജോലിയല്ല, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കാരുടെ ജോലിയല്ല. അവർക്കൊക്കെ അവരുടേതായ പങ്ക് വഹിപ്പാറുണ്ടെങ്കിൽ തന്നെയും മക്കളെ യോഗ്യമായിട്ട് വളർത്തുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജോലിയാണ്. ഞങ്ങൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിച്ചു. അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വി ലവ് യു അൺകണ്ടീഷണലി. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്നുള്ള ഒരു സീരിയസ് സെമിനാർ നടത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അനുഭവിച്ചതും ചെയ്തതുമായ പല കാര്യങ്ങൾ ചേർത്തുണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ യു ലെറ്റ് ദം നോ ദാറ്റ് ദേ ആർ ലവ്ഡ് അൺകണ്ടീഷണലി. അവർ മിടുക്കരാകുന്നതിനെ ആസ്പദമാക്കിയോ, ക്ലാസ്സിൽ മാർക്ക് വാങ്ങുന്നതിനെ ആസ്പദമാക്കിയോ, അവർക്ക് കിട്ടുന്ന ഗ്രേഡിൻ്റെ ആസ്പദമാക്കിയോ, അല്ലെങ്കിൽ അതൊന്നും വെച്ചല്ല അവരെ നാം സ്നേഹിക്കുന്നത്. യു ആർ ലവ്ഡ് കണ്ടീഷണലി ബിക്കോസ് യു ആർ മൈ ചിൽഡ്രൻ. ഓഫ് കോഴ്സ് I expect you to do well in school. I expect you to be a good boy or a good girl in life. പക്ഷേ you are unconditionally loved because you are daddy and mommy's boy. ആ കാര്യം അവരോട് നേരത്തെ കൂട്ടി ഞങ്ങൾ പറഞ്ഞു. വേറെ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ you have to be an example to them. പലപ്പോഴും ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല ബോർഡിംഗ് സ്കൂളിൽ വിട്ടാൽ മതി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവഴിച്ച് ഏറ്റവും നല്ല പേരുള്ള സ്കൂളിൽ വിട്ടാൽ മതി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. that's not right. You have to be with them. ഞാൻ ആദ്യം പറഞ്ഞ പോലെ raising children is a 24/7 kind of job. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ, ഞാൻ വളർന്നതായ സാഹചര്യത്തിലൊക്കെ പേരൻസിനൊന്നും കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി ഒരുപാട് സമയം ചെലവഴിക്കാനുള്ളതായ സാഹചര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കൾച്ചറിൽ അങ്ങനെയല്ലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ കുഴപ്പമൊന്നും കൂടാതെ വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അമേരിക്കയിൽ അങ്ങനെയല്ല. യു ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം, യു ഹാവ് ടു ടീച്ച് ദം, യു ഹാവ് ടു ബി എൻ എക്സാമ്പിൾ. ഞാൻ ഓർക്കുന്നു, നമ്മൾ എയർപ്ലെയിനിൽ കയറുമ്പോൾ നമ്മൾ പറയാറുണ്ട്, when the oxygen level goes down, the oxygen mask will come down. You put that on your children first, then you put it on yourself. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ യഹോവയെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൊണ്ട് ദൈവത്തെ സേവിക്കുക. അതായത് ആവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. അതിന് 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, then നിന്റെ കുഞ്ഞുങ്ങളെ നീ ഇതൊക്കെ പഠിപ്പിക്കുക. അത് it's put in the appropriate order. You do it first. You first of all devote yourself to serving God. Then you teach them the ways. എയർപ്ലെയിനിൽ ആദ്യം സ്വന്തമായിട്ട് മാസ്ക് ധരിക്കുക, അതിനുശേഷം കുഞ്ഞുങ്ങൾ ധരിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. You follow God first and then your children will follow your example. കുടുംബത്തിൽ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്തിരുന്നവരായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒറ്റയാക്കിയിട്ട് ഒരിക്കൽ പോലും പോയിട്ടുള്ളതായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ ഒരുപക്ഷെ എൻ്റെ ഭാര്യ നേരത്തെ ജോലിക്ക് പോകും, 2-2:30 മണിയാകുമ്പോഴേക്കും മടങ്ങി വരും. അപ്പോഴേക്കാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും. അവർ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു മാതാവ് ഉണ്ടായിരിക്കും. പക്ഷേ 5 മണി 4-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാനും വരും. രാവിലെ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടും. അപ്പോൾ ഐ വുഡ് ബി വിത്ത് ദം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും മാതാവെങ്കിലും പിതാവെങ്കിലും ഉണ്ടായിരിക്കും. മിക്ക സമയത്തും ഓൾമോസ്റ്റ് ഓൾ ദ ടൈം വി ബോത്ത് വിൽ ബി വിത്ത് ദം.
കുഞ്ഞുങ്ങളോട് രാവിലെ ഞങ്ങൾ പോകുന്നതിന് മുമ്പും കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയി വിടുന്നതിന് മുമ്പും വൈകിട്ട് ഒന്നിച്ചും ഒരു മണിക്കൂറെങ്കിലും എടുത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ദാറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ഇറ്റ്സ് എ ഫാക്ട് ഓഫ് ലൈഫ്. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരെ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്, you don't have to teach them a lot. Your words don't have to be there because your actions speak louder than words. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവമക്കളെ ആദരിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, അൺസെൽഫിഷ് ആയിട്ടുള്ളതായ നമ്മുടെ ബിഹേവിയർ, മറ്റുള്ളവരെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ വെൽക്കം ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നത്, ഇതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഒരു കാര്യത്തിന് പൈസ ഇല്ലാത്ത ഒരാളുടെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ സഹായം കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പ്രസംഗിക്കണമെന്നും വേണ്ട. ദേ ആർ വാച്ചിങ്. Their eyes are watching without you telling them, without you even knowing them. അതുകൊണ്ട് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ള നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ട്രെയിൻ അപ്പ് എ ചൈൽഡ് the way he should go, so when he is old he will not depart from it. കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുക, പ്രായമായാലും അവർ ആ പഠിച്ച കാര്യങ്ങൾ അവർ മറന്നു പോവുകയില്ല. കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അടിച്ച് തല്ലി ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളെ അടിച്ചിട്ടുണ്ട്. അടിക്കുന്നതിനായിട്ട് ഞാൻ എന്തിനാണ് അടിക്കുന്നത്, എന്തിനാണ് ശിക്ഷിക്കുന്നത് അവരോട് പറഞ്ഞ് അവർക്ക് ബോധ്യമാക്കിയ ശേഷം വെച്ചിട്ട് അവരെ ശിക്ഷിക്കാറുള്ളൂ. ഞാൻ ഓർക്കുന്നു, എൻ്റെ മൂത്ത മോൻ വളരുമ്പോൾ അടിക്കണമെന്നുള്ളതായ ഒരു സാഹചര്യം വരുമ്പോൾ അനുസരണക്കേടുകൊണ്ടോ എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് അവനോട് തന്നെ ഒരു കുഞ്ഞ് വടി വെട്ടിക്കൊണ്ട് വരാൻ പറയും. മുമ്പറ്റ് നിൽക്കുന്ന ഒരു മരത്തിൽ നിന്ന് ആ കുഞ്ഞ് വടി ഉപയോഗിച്ച് അടിച്ചതിന് ശേഷം ചോദിക്കും, ഡു യു നോ വൈ ഡാഡി സ്പാങ്ക്ഡ് യു? യാ, വൈ? ബിക്കോസ് ഡാഡി ലവ്സ് മീ. അപ്പോൾ അവനോട് പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ ഉപദ്രവിക്കാനല്ല, അത് കുഞ്ഞുങ്ങളുടെ അവരുടെ ബാലിശമായ രീതിയിൽ തെറ്റുവരുത്തുകൊണ്ട് അവരെ അടിക്കരുത്. എന്നാൽ മനഃപൂർവ്വം നമ്മളെ ധിക്കരിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ റിബൽ ചെയ്യാൻ തോന്നുന്നതായ സാഹചര്യത്തിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ ശിക്ഷണത്തിൽ വളർത്തുവാനും ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി വളരാൻ വേണ്ടി ആണ് അവരെ ശിക്ഷിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധം കൊടുത്തതിന് ശേഷം വേണം അവരെ ശിക്ഷിക്കാനായിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ എപ്പോഴും ഈ ടീച്ച് ദം ടു എക്സൽ. ഏറ്റവും എല്ലാ കാര്യങ്ങളിലും മിടുക്കരായിട്ട് വളരാൻ കൊടുത്തിരിക്കുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മലയാളിയിലെ ആൾക്കാരുടെ പറയേണ്ട പ്രത്യേക ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും പഠിപ്പിക്കാനും ഒക്കെ മിടുക്കരാക്കാനും മിക്ക ആൾക്കാർക്ക് ആഗ്രഹവും താല്പര്യമുള്ളവരാണ്. എങ്കിൽ തന്നെയും ദാറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ഗോൾ ടു. പലപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നതിനെയും നോട്ട് എവറി ചൈൽഡ് ഫോളോസ് ദാറ്റ് പാത്ത് ഓർ ദാറ്റ് മോഡോ. കുഞ്ഞുങ്ങളെ യു ഡു വട്ട് എവർ ഗാഡ് ഹാസ് ഗിവൺ യു, ഡു ഇറ്റ്, use that to the best of your ability. All skills and every gift that God has given you, you have to do your very best, because one day you have to give an account of what God has given you. Another important thing is teach the children how to manage money. ഞാൻ എൻ്റെ ഭാര്യയും പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ്. പിശുക്കന്മാരല്ല. പണം കൈകാര്യം ചെയ്യേണ്ടടുത്ത് പണം ചെലവഴിക്കും, അല്ലാത്തടുത്ത് ചെലവഴിക്കുകയുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാടൊന്നും ഉപദേശിച്ചിട്ടില്ല. എങ്കിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ രീതിയിൽ തന്നെ ഉള്ളവരായിട്ട് വളർന്നു വന്നുള്ളത് കാണുന്നത് വളരെ രസകരമായ കാര്യമാണ്. ബിക്കോസ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊച്ചു പ്രായത്തിലെ പഠിപ്പിച്ച് ഓരോരുത്തരും നമുക്കുള്ളതെല്ലാം ദൈവമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ദിവസം ദൈവത്തിന് മുമ്പാകുന്നത് കണക്ക് ബോധിപ്പിക്കണം. ദർ ഇസ് എ ഡേ ഓഫ് റെക്കണിങ്, ദർ ഇസ് എ ഡേ ഓഫ് സെറ്റിലിംഗ് അക്കൗണ്ട്സ്. അതുകൊണ്ട് God will ask you when you stand before the judgment seat of Christ. He will ask you, what did you do with what I gave you? So what we did and what we did not, we have to give an account of those things before the Lord. So if you know that we belong to the Lord and what we have belongs to the Lord, then we will feel obligated, we will feel responsible to do what is right, to excel, to do the very best, and to follow what God asks us to do. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിലും money, I don't own the money. I don't own anything in this world. I brought nothing into this world, nor will I take anything out of this world. ആ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെക്കാളും ഷൈൻ ചെയ്യണം, എല്ലാവരെക്കാളും ഏറ്റവും വലിയ കാർ വേണം, ഏറ്റവും വലിയ വീട് വേണം, അല്ലെങ്കിൽ എല്ലാവരെക്കാളും എന്നെ 4 പേര് കാണണം. ആ മനോഭാവമൊക്കെ നമ്മളിലൊക്കെ കുടികൊള്ളുന്നതാണ്. എന്നിൽ പോലും ഞങ്ങളൊക്കെ കുടികൊള്ളുന്നതായ ഒരു ചിന്താഗതിയാണ്. എങ്കിൽ തന്നെയും ഞാനും എനിക്കുള്ളതല്ല ദൈവത്തിൻ്റെതാണ്. എവറിത്തിങ് ബിലോങ്സ് ടു ഹിം എന്നുള്ള മനോഭാവം നമ്മൾ ഭരിക്കുമ്പോൾ we will have a different outlook and perspective on life.
കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വി ഷുഡ് ബി ഇൻറ്റിമേറ്റ്ലി ഇൻവോൾവ് ഇൻ ദർ ലൈഫ്. കുഞ്ഞുങ്ങളുടെ പേരൻറ്റ് ടീച്ചർ കോൺഫറൻസ്, കുഞ്ഞുങ്ങളുടെ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ, മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ മൂത്ത മോന് 13 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ, അത് വെള്ളക്കാരുടെ ഒരു ചർച്ചാണ് ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിൽ ആദ്യമായിട്ട് അവൻ പിയാനിസ്റ്റ്. ഹി ബിക്കെയിം ദ പിയാനിസ്റ്റ് ഓഫ് ദ ചർച്ച്. ഹി വാസ് ഓൺലി 13 years old. അന്ന് അവന് ധൈര്യമില്ലായിരുന്നെങ്കിൽ തന്നെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. യു ക്യാൻ ഡു ഇറ്റ് ജോ, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ഹി സ്റ്റാർട്ടഡ് സിംഗിങ് ആൻഡ് പ്ലേയിങ് ആൻഡ് ദെൻ ഹി ബിക്കെയിം എവറി സൺഡേ ദ പിയാനിസ്റ്റ് ഓഫ് ദ ചർച്ച്. സോ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുക, അവരുടെ കഴിവുകളെയും അറിഞ്ഞ്. സോ ഇഫ് യു ഹാവ് മോർ ദാൻ വൺ ചൈൽഡ്, ഈച്ച് ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്. അവരുടെ കഴിവുകളും അവരുടെ ടാലൻറ്റുകളും ഒക്കെ ഡിഫറെൻറ്റാണ്. സോ യു ഡോണ്ട് അപ്രോച്ച് റേസിംഗ് ദ ചിൽഡ്രൻ ഈക്വലി ദ സെയിം വേ വിത്ത് എവറി ചൈൽഡ്. നോ, യു അക്കോമഡേറ്റ് ദെയർ നീഡ്സ്. അവരുടെ കഴിവുകളും അറിഞ്ഞ് അവരെ വളർത്തുവാൻ തക്കൊണ്ട് നമുക്ക് ശ്രമിക്കണം. ഞങ്ങൾ വെള്ളക്കാരുടെ മധ്യ ജീവിച്ചിരുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ 40-ൽ പരം വർഷങ്ങൾ ഇന്ത്യക്കാരുടെ സ്ഥലങ്ങളില്ലായിരുന്നുകൊണ്ട് ഞങ്ങളെപ്പോഴും ഇവിടുത്തെ അമേരിക്കൻസിൻ്റെ വെള്ളക്കാരുടെ സഭകളിലായിരുന്നു ആരാധിച്ചിരുന്നത്. അപ്പോൾ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് ഞാൻ മിക്കപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു റോയൽ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ചിൽഡ്രൻസ് പ്രോഗ്രാമുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ഏജ് 3 to age 18. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ബോയ് സ്കൗട്ട്സിന് പ്രോഗ്രാമിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് എന്നാൽ ബിബ്ലിക്കലായിട്ടുള്ളതായ ഒരുപാട് ഔട്ട്ഡോർ സ്കിൽസും ക്രാഫ്റ്റ് വർക്കും സ്കിൽസും മറ്റുള്ളതായ ഒരുപാട് കാര്യങ്ങളെല്ലാം ലീഡർഷിപ്പ് സ്കിൽസ് എല്ലാം പഠിപ്പിക്കുന്നതായ ഒരു കാര്യം. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ആ കാര്യത്തിൽ അതിൽ പങ്കെടുക്കുകയും വളരെ നല്ല രീതിയിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ കൊണ്ട് ദൈവം അവർക്ക് ഇടയാക്കിയിട്ടുണ്ട്. അവർ അന്ന് പഠിച്ചതായ കാര്യങ്ങൾ, ഓണസ്റ്റി, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്, ബീയിങ് കമ്പാഷൻ, ഇങ്ങനെ ഒരുപാട് ഗുണകാര്യങ്ങൾ അവർ പഠിച്ചതൊക്കെയും ജീവിതത്തിൽ അവർ പ്രായോഗികമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ദൈവം തമ്പുരാൻ അവരെ സഹായിച്ചു. അതുകൊണ്ട് ദൈവം അവർക്ക് നന്മ കൊടുത്തു. ഇന്നും അവർ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ ഹൈസ്കൂള് പഠിച്ചു കഴിയുന്ന സമയത്ത്, ഇവിടെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നതായ +2 12ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അവർ രണ്ടുപേരും സ്കൂളിലെ വാലഡിക്ടോറിയൻസ് ആയിരുന്നു. വാലഡിക്ടോറിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി സ്കൂളിൽ പാസ്സാകുന്ന വിദ്യാർത്ഥി. അന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 4.0 GPA ഉള്ളതായ വിദ്യാർത്ഥികൾ എൻ്റെ രണ്ടാമത്തെ മകൻ പാസ്സായ വർഷം ഞാൻ ഓർക്കുന്നു. ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികളിൽ നിന്ന് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അതെൻ്റെ മോനായിരുന്നു. സോ ഹി വാസ് ദ വാലഡിക്ടോറിയൻ. ഹി ഗേവ് ദ വാലഡിക്ടോറിയൻ സ്പീച്ച്. 2 കുഞ്ഞുങ്ങളും നാഷണൽ മെറിറ്റ് സ്കോളേഴ്സ് ആയിരുന്നു. ഒരുപാട് സ്കോളർഷിപ്പുകൾ അവർക്ക് കിട്ടി. അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് ഒരുപാട് പണമൊന്നും ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ കൃപയാൽ പ്രസിഡൻറ്റ് സ്കോളേഴ്സ് ആയിരുന്നു. പ്രസിഡൻറ്റ് സ്കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്ത്, അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ സംസ്ഥാനത്തു നിന്നും ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയെയും തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്കോളാസ്റ്റിക് അച്ചീവ്മെൻറ്റ്, അതായത് അവർക്ക് കിട്ടുന്നതായ എല്ലാ പഠിത്ത വിഷയങ്ങളിലൊക്കെയുള്ള മാർക്കിൻ്റെ കൂടുതൽ വെച്ച് കമ്മ്യൂണിറ്റി സർവീസ്, ലീഡർഷിപ്പ്, ഈ കാര്യങ്ങൾ, പിന്നെ അവർക്ക് ചില പറ്റിയ കാര്യങ്ങൾ, ഇതിൽ essays ഒക്കെ എഴുതുകയൊക്കെ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. 2001 ജോയും 2005 ജോണും പ്രസിഡൻറ്റ് സ്കോളേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ പ്രസിഡൻറ്റ് ബുഷ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് വൈറ്റ് ഹൗസിൽ പോയി. ഞങ്ങൾ മാതാപിതാക്കൾ, വി ആർ ഓൾസോ ആസ്ഡ് ടു ഗോ. സോ ഞങ്ങളും മാതാപിതാക്കളും വളരെ അഭിമാനത്തോടുകൂടി വൈറ്റ് ഹൗസിൽ പോയി അവർ അവാർഡ് ലഭിക്കുന്നതും അവരുടെ സെറിമോണീസ് എല്ലാത്തിനും പങ്കെടുക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിച്ചു. സോ ഗോഡ് ഹാസ് ബീൻ ഗുഡ് ടു അസ്. ഗോഡ് ഹാസ് ബീൻ ഗ്രേഷ്യസ് ടു അസ്. കുഞ്ഞുങ്ങൾ ഹൈസ്കൂളിന് ശേഷം കോളേജിൽ പഠിച്ചു. അവർ ടെക്സസിലുള്ളതായ റൈസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞു. അവർ തുടർന്ന് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സായിട്ട് പഠിക്കാനുള്ളതായ അവസരം അവർക്ക് ലഭിച്ചു, പഠിച്ചു. ഇപ്പോൾ അവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്ന. ഒരാൾ ഇവിടെ ഹ്യൂസ്റ്റണിൽ ഞങ്ങളുടെ അടുത്തുണ്ട്, മറ്റേ ആൾ ടെക്സസിലുള്ള ഓസ്റ്റിനിൽ ആണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങൾ ഞാൻ പറയേണ്ടത്. വേറൊരു കാര്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇപ്പോൾ
വിവാഹിതരാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോന് 3 കുഞ്ഞുങ്ങളുണ്ട്, രണ്ടാമത്തെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ദൈവത്തിൻ്റെ കൃപയാൽ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആയിരിക്കുന്നു. ഞങ്ങൾ ഐഡഹോയിൽ താമസിച്ച സമയത്ത് 2004 ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ ദൈവമക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വി ഹാവ് ഹാഡ് മെനി ഇഷ്യൂസ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങൾ വന്നിട്ടുണ്ട്. തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ത്രൂ ഇറ്റ് ഓൾ എല്ലാത്തിനും കൂടെയും ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തിയെന്ന് ഞങ്ങൾക്ക് പറയാൻ തക്കണം കഴിയുള്ളൂ. ഞങ്ങൾ 2004 എനിക്ക് ഒരു ഹാർട്ടിന് ഒരു വിഷമം വന്നു. ഹാർട്ടിൽ നെഞ്ചിന് വേദന വന്നു. ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ഹാർട്ടിൻ്റെ മെയിൻ ആർട്ടറി അതിൽ 90% ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അതൊരു സ്റ്റെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായി വന്നു. ഡോക്ടർ പറഞ്ഞാൽ ഓർക്കുന്നു, ദാറ്റ് വാസ് എ വിഡോ മേക്കർ എന്ന് പറഞ്ഞാൽ അത് അല്പം കൂടെ അടഞ്ഞു പോയിരുന്നെങ്കിൽ അത് ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ വിധവയാക്കുന്നതായ ഒരു ഹാർട്ടിൻ്റെ ഇഷ്യൂ. ഹാർട്ട് അറ്റാക്ക് എനിക്കുണ്ടായില്ല. But I had angina, and therefore I had angioplasty. Angioplasty is where you install a stent in your heart. അതിനുശേഷം എനിക്കൊരു ദൈവത്തിൻ്റെ കൃപയിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. വളരെ ആരോഗ്യത്തോടെ ഇരിപ്പാനിടയായി തീർന്നു. ഐഡഹോയിലെ ജീവിതത്തെക്കുറിച്ച് തുടർന്ന് പറയുമ്പോൾ എന്നോട് സെന്നി പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല, തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എനിക്ക് ഒരു അസാധാരണ തോന്നുന്നു. ഞാൻ തുടർന്ന് അങ്ങനെ ആരും ഒന്നും ചോദിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു വിഷമമുള്ള കാര്യം. എങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഐഡഹോയിൽ ജീവിച്ചിരുന്ന ആ സമയത്ത് അന്നാണ് ദൈവം എനിക്ക് ഒരു പാസ്റ്ററൽ മിനിസ്ട്രി, നമ്മൾ ഒരു ഇടയ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചത്. അതിനു മുമ്പ് ഞാൻ പ്രായപ്രാപ്തിയുള്ളവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്സാഹത്തിലായി. തന്നെ ദൈവം ഒരു ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ വിളിച്ചു. അത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയിൽ എഞ്ചിനീയറായിട്ട് അവിടെ ജോലി ചെയ്യാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയിൽ എഞ്ചിനീയറായിട്ടും മാനേജറായിട്ടും ഒക്കെ പല നിലകളിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായ സമയത്താണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ളതായ ഒരു ഹൃദയത്തിലൊരു താല്പര്യം തോന്നുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ പോയി യൂണിവേഴ്സിറ്റി ലെവലിൽ തിയോളജിക്കൽ പഠിത്തമൊക്കെ പഠിച്ചു. അതിനുശേഷം ഞാനൊരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അവിടെ വെള്ളക്കാരുടെ സഭയുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, സഭയിലൊരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് 14 വർഷത്തോളം അവിടെ ശുശ്രൂഷിച്ചു. പിന്നീട് അവിടുത്തെ സീനിയർ പാസ്റ്ററായിട്ട് അവിടെ കുറച്ച് നാൾ അവിടെ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് ഞാൻ റിട്ടയർ ചെയ്ത് അവിടെ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് അവരെന്നോട് വളരെ നിർബന്ധമായിട്ട് അവിടെ തുടർന്ന് പാസ്റ്ററായിട്ടിരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും എനിക്ക് ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. 2013 ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും റിട്ടയർ ചെയ്തത്. എൻ്റെ ഭാര്യ ഷി വാസ് ഓൺലി 55 years old. സോ I just tell her she started work when she was 35. She retired when she was 55. Good deal. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്. ഞങ്ങൾ ഒരേ ദിവസം 2013 മാർച്ച് 30 രണ്ടുപേരും ഒരേ ദിവസമാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. ഞങ്ങൾ ഐഡഹോയിലേക്ക് വന്നു. ഇവിടെ ഞങ്ങളിപ്പോൾ ഹ്യൂസ്റ്റണിൽ പിന്നെ ഞങ്ങൾ ഷുഗർലാൻഡിൽ ഹ്യൂസ്റ്റണിൽ ഒരു സബർബായിട്ടുള്ള ഷുഗർലാൻഡിൽ താമസിക്കുന്നു. സ്റ്റാഫോർഡ് പട്ടണത്തിലുള്ളതായ ഹ്യൂസ്റ്റണിനടുത്തുള്ള സ്റ്റാഫോർഡ് പട്ടണത്തിലുള്ളതായ ലിവിങ് വാട്ടേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അംഗങ്ങളായിട്ട് ഞങ്ങളായിരിക്കുന്നത്. അവിടുത്തെ ഐ എം വൺ ഓഫ് ദ പാസ്റ്റേഴ്സ് ദെയർ. ഐ എം നോട്ട് ദ സീനിയർ പാസ്റ്റർ ദെയർ. അവിടെ ഒരു സഹശിശുവിനായിട്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ മക്കളെയും സേവിപ്പാൻ തക്കണം ദൈവം എനിക്ക് സഹായിക്കുന്നു. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ, സിൻസ് ഐ ആം നോട്ട് എ ഫുൾ ടൈം പാസ്റ്റർ, ഐ ആം നോട്ട് എ സീനിയർ പാസ്റ്റർ, I wanted to see if I could do something else also which is meaningful. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഇവിടെയുള്ളതായ ഷുഗർലാൻഡിലുള്ളതായ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ ചാപ്പലനായിട്ട് മിനിസ്റ്റർ ചെയ്തു. ചാപ്പലനായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നത് വളരെ ഫുൾഫില്ലിംഗ് ആണ്. ഏകദേശം 5 വർഷത്തോളം അവിടെ ചെയ്തു. പിന്നീട് അവിടെ എനിക്ക് ഓൺ കോൾ ആയിരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ രാത്രിയിൽ ഓൺ കോളിന് പോകണം, അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അല്പം ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ട് ഞാൻ പിൽക്കാലത്ത് അതിൽ നിന്ന് ഞാൻ രാജിവെക്കുകയായിരുന്നു. എങ്കിൽ തന്നെയും അവിടെ ആയിരുന്ന 5 വർഷക്കാലം വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളതായ മിനിസ്ട്രി ആയിരുന്നു. ഞാൻ പല അനുഭവങ്ങൾ എനിക്ക് പറയാൻ എൻ്റെ പുസ്തകത്തിൽ പലതും എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ
ചില ആൾക്കാർ ഞങ്ങളുടെ പുസ്തകം വലുതാണെന്നോ ഒന്നും പറയാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് തന്നെയും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറഞ്ഞ് രണ്ട് പ്രാവശ്യം വായിച്ചു. ചിലരൊക്കെ മക്കൾക്ക് കൊടുക്കാൻ 4 5 പുസ്തകം ഒന്നിച്ച് വായിച്ചിട്ടുള്ളതായ കേസ് ഞാൻ ധാരാളം ഓർക്കുന്നു. അത് വായിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുള്ളവർക്ക് വാങ്ങിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറയുകയാണ്. എനിവേ, കമ്മിങ് ബാക്ക് ടു മൈ ചാപ്പൽ മിനിസ്ട്രി, ആ സമയത്ത് പിന്നെ ക്യാൻസർ വന്ന രോഗികൾ, മറ്റു രീതിയിൽ ചുരുക്കം ചില ഉദാഹരണം ഞാൻ പറയാം. ഒരു ക്യാൻസർ രോഗി, ഏകദേശം 40 വയസ്സുള്ള മനുഷ്യർ, അതെനിക്ക് ഏകദേശം പറഞ്ഞു 3 ആഴ്ചയോട് ജീവിക്കാനുള്ളൂ. അപ്പോൾ അതിന് മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിച്ചിട്ട് ഒരു ജീവിതത്തിനൊരു അർത്ഥവുമില്ല. ഐ റിയലി ഡോണ്ട് നോ വാട്ട് വേർ ഐ എം ഗോയിങ് ടു എൻഡ് അപ്പ്. ഐ എം കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് റിയലി ഹാവ് എനിത്തിങ് ടു ലിവ് ഫോർ. ഞാനന്ന് ഒരു ചാപ്പൽ എന്ന നിലയ്ക്ക് അതെനിക്ക് ക്രിസ്തുയേശുവിൽ കൂടെയുള്ളതായ രക്ഷയെക്കുറിച്ചും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതായ നിത്യതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യന് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെ ഒരു ദൈവവേദനായി തീർന്നു. ഞാനവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അദ്ദേഹത്തോട് ചെലവഴിച്ചിട്ടുണ്ടാകും. ഞാൻ പോകുമ്പോൾ സമയത്ത് എന്നോട് പറഞ്ഞു, ദിസ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. Now I have meaning, I have something to live for. I know when I die in 3 weeks, as the doctors have told me, I have eternity. I know where I'll be spending my eternity. ഞാൻ വിചാരിച്ചു, that's awesome. അപ്പോൾ ചിലർക്ക് പലർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനും അവിടെയൊക്കെ എൻ്റെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് മിക്ക സമയത്തും ആൾക്കാർ ഉടനെ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു റൂമിൽ ചെന്നപ്പോൾ പ്രായമുള്ളൊരു 60 പരം പ്രായമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മകളും ഭാര്യയും അവിടെ ഉണ്ട്. ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതായ എല്ലാ ഭാഗത്തോടും എല്ലാ ട്യൂബ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മകൾ അവിടെ പതുക്കെ അല്പം കുശു കുറേ കേട്ടു, ഒരു ഹഷ്ഡ് വോയിസ്. ഞാൻ പതുക്കെ കിടന്ന് തുടങ്ങിയപ്പോൾ അപ്പോൾ മകൾ പറഞ്ഞു, ചാപ്പൽ യു കീപ് പ്രേയിങ്. ഞാൻ പ്രാർത്ഥിച്ച ശേഷം ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അന്ന് എന്നോട് പറഞ്ഞു, ചാപ്പൽ യു വുഡന്റ് ബിലീവ്, എൻ്റെ അപ്പൻ്റെ എല്ലാ വൈറ്റൽ സൈൻസും ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. When you were praying, I saw everything was coming back. I could see all the readings. Everything was falling into place, coming back to normal. ഞാൻ പറഞ്ഞു, I didn't do anything. I couldn't do anything. I'm just like you. But Jesus did it. So give him the glory. ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാമോ? അതിൽ ഒരുപാട് അനുഭവങ്ങൾ ചാപ്പൽ മിനിസ്ട്രിയിൽ നിന്ന് പറയാനുണ്ട്. പലതും ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് വന്നതിന് ശേഷം എനിക്ക് 2018 2018 I had prostate cancer. എന്നാൽ it was at a very early stage, undetectable level. So I had to go through a surgical procedure. But അതിനുശേഷം ദൈവം എനിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ആരോഗ്യം എല്ലാ രീതിയിലും, in every aspect of my life, God gave me strength and health and restored me to full potential, full normalcy. ദൈവത്തിന് അവിടെ ഞാൻ മഹത്വം കൊടുക്കുന്നു. 2020 അന്ന് കോവിഡിൻ്റെ സമയത്താണ് എനിക്കൊരു എൻഡോസ്കോപ്പി ചെയ്തു. അതായത് എനിക്ക് എൻ്റെ ഒരു ഗാൾ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ ആയിട്ട് ഒരു GI ഡോക്ടർ ചെയ്ത ഒരു പ്രൊസീജിയറിൽ he made a serious mistake. അതിന് ഫലമായിട്ട് I ended up with a serious pancreatitis. They call it acute pancreatitis. ഞാനിന്ന് വളരെ ഹോസ്പിറ്റലായിരുന്നു. 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണമെന്ന്, വളരെ വേദന അനുഭവിച്ചു, കഷ്ടത്തിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു, at one time you almost died. We were not sure you were going to make it. എന്നാൽ ആ അനുഭവങ്ങൾ കൂടെ എല്ലാം ദൈവം എന്നെ കടന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം God gave me complete recovery, complete victory, complete healing. I'm here fully well, completely healthy to proclaim the goodness of God in my life. വേറെ എന്താ പറയേണ്ടത്? സാറ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സാറ്
ശരിക്കും ആരുടെയെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ? സാറ് വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിലോ കോളേജിലോ അധ്യാപകരായിട്ടോ ക്ലാസ്മേറ്റ്സോ ആരുമായിട്ടെങ്കിലും? ഞാൻ കടപ്പെട്ടിട്ടുള്ളവരുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒരു മെൻറ്റർ എന്നുള്ള വ്യക്തിയില്ലായിരുന്നു. എനിക്കൊരു മാതൃകയായിട്ട് റോൾ മോഡലായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയില്ല. നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ, മിക്കവരുടെയും അനുഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചില അധ്യാപകന്മാരുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അന്ന് ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ വിഷമിച്ച സമയം, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയ സമയത്ത് സാമ്പത്തികമായിട്ടൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് സ്കോളർഷിപ്പ് ക്ലാസ് തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ട് അവരുടെ ബ്യൂറോക്രസി കഴിഞ്ഞിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ 3 മാസം ഞാൻ എങ്ങനെ ജീവിക്കും? അന്നൊക്കെ കഷ്ടപ്പെട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം എനിക്ക് പൈസ കിട്ടും. എന്നാൽ അന്ന് ആ സമയത്തൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, മോനെ നീ വിഷമിക്കണ്ട, എനിക്കറിയാം നിൻ്റെ കഷ്ടവും പ്രയാസങ്ങളൊക്കെ ഒരു കാലത്ത് നിനക്ക് നന്മ വരും, നീ മിടുക്കനായിട്ട് നീ നല്ലോണം ദൈവത്തിന് മുമ്പാകെ നല്ല ആയിത്തീർന്ന് പറഞ്ഞ ആ സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിലരൊക്കെ ഉണ്ട് ജീവിതത്തിൽ അധ്വാനിച്ച് അല്ല എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷേ എനിക്ക് ഐ ഓൾവേസ് വാണ്ട് ടു ഗിവ് ഗ്ലോറി ടു ഗാഡ്. ഐ വാണ്ട് ടു ഗിവ് അക്നോളജ് മൈ വൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കായിരുന്നുകൊണ്ട് ഇന്ന് കഴിഞ്ഞ 46ഓളം വർഷത്തിൽ എന്നോട് കൂടെ ജീവിച്ച് എൻ്റെ എല്ലാ സ്വഭാവ കുറവുകളെയും സഹിച്ച് എന്നോട് കൂടെ ജീവിച്ച് ഒന്നിച്ച് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഇന്നും ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിലും ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും വളരെ വളരെ ഉത്സുകരാണ്. ഞങ്ങൾക്ക് എത്ര സമയമോട് ഞാൻ ഇരുന്ന് സംസാരിച്ചാലും ഞങ്ങൾക്ക് ഒരിക്കലും മടി വരാറില്ല. ഞങ്ങൾ പരസ്പരം ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഒരു കാര്യം ചെയ്യാറില്ല. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് അവർ ടൈം ടുഗദർ. ഞങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല സാറ്. അമേരിക്കയിലായിട്ട് 50 വർഷമായെന്ന് പറഞ്ഞു. ഏകദേശം ഈ സെപ്റ്റംബറിൽ 50, അതായത് അടുത്ത മാസം അല്ല, ഈ സെപ്റ്റംബറിൽ 50 വർഷം. സാറ് പല സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പുറത്ത് യാത്ര ചെയ്ത് എവിടെയാണ്? അവസാനം നാട്ടിൽ പോയത് ഏത് വർഷമാണ്? ഞാൻ അമേരിക്കയ്ക്ക് പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മെക്സിക്കോയ്ക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ യാത്രകളെക്കുറിച്ച് പറയാം. ഞങ്ങൾ ഇസ്രയേലിൽ 2006 പോയി. ഇസ്രയേലിൽ പോയത് വലിയ അനുഭൂതിയായിരുന്നു. ഹോളിലാൻഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയതും യെരുശലേമിൽ പോയതൊക്കെ വളരെ അനുഭൂതിയുള്ള അനുഭവമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രിപ്പ്, റിയലി മെമ്മറബിൾ ട്രിപ്പ്. പിന്നെ ഒരിക്കലും ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് അപ്പോസ്റ്റൽസ് പോൾ ആൻഡ് ജോൺ എന്ന് പറഞ്ഞ് അതായത് നമ്മളിവിടുന്ന് അപ്ലൈ ചെയ്തിട്ട് ടർക്കി ഇസ്താംബുളിൽ അവിടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നതായ 7 സഭകളുണ്ട്. നമുക്കറിയാം ആ സഭകളൊക്കെയും ഇപ്പോഴത്തെ ടർക്കിയിലാണ്. അവിടെയൊക്കെ സന്ദർശിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പത്മോസിൽ പോയി. പത്മോസ് ദ്വീപിനെ കുറിച്ച് പത്മോസ് ദ്വീപ് അവിടെ നിന്ന് ഞങ്ങൾ ക്രീറ്റ് അല്ലെങ്കിൽ ക്രേത്ത ദ്വീപ് ക്രീറ്റിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ആഥൻസിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ കോരിന്തിൽ പോയി, പിന്നെ റോമിൽ പോയി. വളരെ വളരെ ഒരുപാട് ഗുഹയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, സാന്റോറിനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ റോമിൽ അപ്പോൾ ഒരുപാട് ഈ അനുഭവങ്ങളൊക്കെ പല വേദപുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും you can see them coming alive. That happened when we were going to Israel too. നമ്മൾ പറയുന്ന കർത്താവ് നടന്ന കാര്യങ്ങളൊക്കെ we can see them. Oh, this is where it happened. So the Bible comes alive. പിന്നെ ഞങ്ങൾ കോസ്റ്ററിക്കയ്ക്ക് പോയിട്ടുണ്ട്, ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ ഒരാൾ വെറും ടൂറിസ്റ്റ് പോലെ. എന്നാലും ഞങ്ങൾ മെക്സിക്കോയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 പ്രാവശ്യം ഞങ്ങളുടെ ഫ്രണ്ടായ റോബർട്ട് ഡെൽഗാഡോ ആൻഡ് ലിൻഡ ഡെൽഗാഡോ അവരുടെ കൂടെ ഞങ്ങൾ 2 പ്രാവശ്യം പോയി. അവിടെ പോയത് മിഷൻ ട്രിപ്പ് പോലെ പോയത്. മെക്സിക്കോയിൽ പോയ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കോ ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. പലപ്പോഴും നമ്മൾക്ക് നമ്മുടെയൊക്കെ ചിന്ത മെക്സിക്കൻസൊക്കെ കുറഞ്ഞ ആൾക്കാരെന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ളതിനേക്കാളും നല്ല സംവിധാനങ്ങളും നല്ല റോഡുകളും ഒക്കെ അവിടെ ഉള്ളത്. മനുഷ്യർ വളരെ പാവങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധഗതിക്കാരാണ്. ഞാനൊരു പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനും വിശേഷിപ്പാനൊക്കെ ഇടവയായി. ഒരു പ്രസംഗത്തിന് ശേഷം ആൾക്കാരുടെ പ്രാർത്ഥിപ്പാനോട് മുന്നോട്ട് വരാൻ പറഞ്ഞാൽ അവർ നമ്മുടെ സഭകളിലേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 പേര് അല്ലെങ്കിൽ ചിലപ്പോൾ ആരും വന്നിരിക്കില്ല. അവർ ചിലപ്പോൾ 100 അവർ ദ ഹോൾ ക്രൗഡ് കംസ് ഫോർ. ചിലർ വന്ന് സാഷ്ടാംഗം നിലത്ത് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ വേറൊരു കാര്യം കണ്ടത്, അവരിൽ നിന്ന് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോയി ഞാൻ കണ്ടു.
ഒരു വ്യക്തി ഒരു 30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, ഉദാഹരണം പറയാം. ആ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശാമിച്ചിട്ട് വലിച്ചടിക്കാൻ തുടങ്ങി. ദുരാത്മാവ് വലിച്ചിടിച്ച് വായിൽ നിന്നൊക്കെ ദൂരെയൊക്കെ വന്ന് ഒരു അല്ലാതെ പലരും കൂടി ചേർന്ന് പിടിച്ചു നിർത്തേണ്ടതായിട്ട് വന്നു. ഒരു 5, 6, 7 മിനിറ്റിന് ശേഷം ദുരാത്മാവ് വിട്ടുപോയി, ശാന്തമായി. ഞങ്ങൾ കണ്ടത് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ പോയി അവരോടൊക്കെ സംസാരിക്കുന്ന ഇടപെടുന്നതും എളിയവരായ നാട്ടും പ്രദേശങ്ങൾ, വലിയ സിറ്റികളിലല്ല, പോയി അവരോടൊക്കെ ഇടപെടുന്നതും അവർ വന്ന് ആഹാരം കഴിക്കുന്നതും ഒക്കെ നല്ല അനുഭവമായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ പ്രശ്നം നല്ല ഒരു അവതരണമായിരുന്നു. താങ്ക് യു സോ മച്ച്. സാറിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂസ്റ്റണിൽ വന്നിട്ട് ഇപ്പോൾ 6-7 വർഷമായെന്ന് തോന്നുന്നു. അല്ല, ഹ്യൂസ്റ്റൺ വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി. 12 വർഷമായി. സാർ മറ്റ് സ്ഥലങ്ങളിൽ ഹ്യൂസ്റ്റണുമായിട്ടും മലയാളി കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് സാറിൻ്റെ? മറ്റ് സ്ഥലങ്ങളിൽ മലയാളി കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നുള്ളതാണ് വാസ്തവം. ഞാൻ താമസിച്ച സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ 2 പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വരാനുള്ള ഒരു കാരണം എൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ മോനിവിടെ ഉണ്ടായിരുന്നു. നല്ല വെതറാണ്, തണുപ്പുള്ള സ്ഥലത്തുനിന്ന് പിന്നെ മലയാളികളൊക്കെ ഉള്ളത്, അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വരാനുള്ള കാരണം. ഇവിടെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം ഒരു കൊച്ചു കേരളം പോലെയാണ് ഹ്യൂസ്റ്റനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സാറിൻ്റെ നാട്ടിലുള്ള ഭവനത്തിൽ ആരുണ്ട്? നാട്ടിലുള്ള ഭവനത്തിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ പ്രായമായി. അവിടെ കൃഷിക്കാരനൊക്കെ ആയിട്ട് അവരുടെ മക്കളൊക്കെ ദൂരെ, മക്കള് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും ദുബായിലും അവിടെയൊക്കെ ആയിട്ട് അവർ 2 പേര് മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. വളരെ സന്തോഷം സാറേ. സാറ് ഏത് വർഷമാണ് ഈ 100% കണക്കിന് 10ാം ക്ലാസ് മേടിച്ചത്? ഞാൻ 10ാം ക്ലാസ്സിൽ 100% കിട്ടി. പ്രീ ഡിഗ്രിക്ക് 100% കിട്ടി. മൈ ഗോഡ്, ഞാനും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആളാണ്. എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ട്. അതേത് വർഷമൊക്കെ ആയിരുന്നു? അത് 66-ലായിരുന്നു പ്രീ ഡിഗ്രി പാസ്സായത്. അപ്പോൾ 1 ഇയർ പ്രീ ഡിഗ്രി ആയിരുന്നു? 2 ഇയർ പ്രീ ഡിഗ്രി. അതേത് കോളേജിലാണ് പോയിരുന്നത്? നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. അന്ന് അവിടെയുള്ള അന്ന് അവിടെയുള്ളതായ കോളേജ്, നിർമ്മല കോളേജ്. ഇപ്പം പിന്നെ അതിനുശേഷം പല കോളേജിലൊക്കെ അവിടുത്തെ അടുത്തൊക്കെ വന്നോളൂ. ഇഷ്ടംപോലെ കോളേജുണ്ട്. ഈ നമ്മുടെ രാജൻ കേസിലെ രാജൻ RECയിൽ പഠിച്ചാണല്ലോ. രാജൻ കേസ് ഉണ്ടായിരുന്നു, ഉരുട്ടിക്കൊന്ന ഒരു രാജൻ കേട്ടിട്ടുണ്ടോ സാർ? ചെറുതായി കേട്ടില്ല, എനിക്ക് അദ്ദേഹം RECയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പോകുന്നതിന് ശേഷം എന്തെങ്കിലും അറിയാം? ഇല്ലില്ല, എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച് സാർ. REC ഇപ്പോൾ അറിയപ്പെടുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT അറിയപ്പെടുന്നു. ഞാൻ അവസാനമായിട്ട് സമ്മറിയായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കും എൻ്റെ ഭാര്യ ഗ്രേസിക്കും ദൈവം 46 വർഷത്തോളമുള്ളതായ കുടുംബജീവൻ തന്നു. ഞങ്ങൾ ഒരു രീതി പറഞ്ഞാൽ വേദപുസ്തകത്തിലെ അബ്രഹാമിനെ പോലെ ഞങ്ങൾ കൂടാരം മാറ്റി അടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ചു. എന്നാൽ ദൈവം ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയുള്ളതായ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും പ്രയാസങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ശാശ്വത പൂജകൾ കൊണ്ട് ദൈവം ഞങ്ങളെ താങ്ങി, ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ വഴിനടത്തി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എളിയ തുടക്കങ്ങളെ ദൈവം തുച്ഛീകരിച്ചില്ല. ഞങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, അതിൻ്റെ സാരാംശമായിട്ട് പറയുകയാണെങ്കിൽ, ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കാത്ത വിശ്വസ്തനായ ദൈവം. ഇറ്റ് ഡസ് നോട്ട് ഡിസ്പൈസ് യുവർ സ്മോൾ ബിഗിനിങ്സ്. ഗാഡ് വാസ് ദെയർ. എൻ്റെ സാമ്പത്തികമായിട്ടും വലിയ സോഷ്യൽ സർക്കിൾസ്, വലിയ ഇൻഫ്ലുവൻസ് ഉള്ളതായ വലിയ ആ കുടുംബമൊന്നും അല്ലായിരുന്നു. എൻ്റെ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കാത്ത നല്ല ദൈവം, വിശ്വസ്തനായ ദൈവം, ആ ദൈവത്തെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദാവീദ് ഒരിക്കൽ പറഞ്ഞപ്പോൾ, ദാവീദ് എൻ്റെ രാജ്യത്തെ സ്ഥിരമാക്കിയതിന് ശേഷം എന്ന് ദൈവം പറഞ്ഞതിന് ശേഷം ദൈവത്തിന് മുമ്പാകെ പോയിരുന്നു പറഞ്ഞു, സർവ്വനായ ദൈവമേ, what have I done? Who am I and what is my family that you have brought me this far? എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നിട്ട് ഞാനും എൻ്റെ കുടുംബം എന്നുള്ളൂ. ദാറ്റ്സ് മൈ ടെസ്റ്റിമണി. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നിടുവാൻ എനിക്ക് യോഗ്യത ആളൊന്നും അല്ലായിരുന്നു. സോ അർഹിക്കാത്ത നന്മയുടെ ഉടമയാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും. ദാറ്റ്സ് ദ സമ്മറി ഓഫ് മൈ ലൈഫ്. And God really blessed you. Thank you. Because still going on. Thank you. ഹ്യൂസ്റ്റൺ വോയിസിലെ ഒരുപാട് പേരെ ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. And you are one of the most privileged, successful person in America, I believe. You know, we are in both ways. Spiritually and വളരെ സന്തോഷമുണ്ട് സാറിനെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ.
വീണ്ടും ഇനി ഒരു അവസരത്തിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. സാർ ഒരു മിനിറ്റ്.